വസു, അമ്മയുടെ കയ്യിലാ കാശ് കൊടുക്ക്. കാശ് കാശ് കയ്യിലില്ല ചേച്ചി. എന്താ ഈ പറയുന്നേ? ഇപ്പോഴല്ലേ നീ കാശ് കൊണ്ടുവന്നേ? അത് അമ്മയ്ക്ക് മെഡിസിൻസ് വാങ്ങാൻ ചെലവാക്കി ചേച്ചി. അപ്പൊ ഇനി അമ്മയ്ക്ക് എന്ത് കൊടുക്കും? അബിയുടെ വാങ്ങി കൊടുക്കോ? അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏട്ടനോട് ചോദിക്കാനാണോ പറയുന്നത്? പിന്നെ ഇനി എന്താ ചെയ്യ വസു? നമുക്കിനി അധികം സമയമില്ല. വീണ്ടും ആ 50,000 എവിടെ നിന്ന് ഉണ്ടാക്കാനാ? നമ്മൾ എങ്ങനെ ജയിക്കും? അതാ ചേച്ചി എനിക്കും മനസ്സിലാകാത്ത. ആലോചിക്കണം ചേച്ചി. വരൂ അഭി. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സോറി അമ്മേ, അമ്മയ്ക്ക് വേദന വന്നപ്പോ ഞാനടുത്തില്ലായിരുന്നു. അത് സാരമില്ല അഭി. പാവം വസുവാണ് ഡോക്ടർക്ക് ഫോൺ ചെയ്തതും ഓടി ഓടിപ്പോയി മരുന്നുകളൊക്കെ കൊണ്ടുവന്നതും. വസുവില്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മയെ ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നാനേ. അമ്മ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളൂ. ഓക്കെ? അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് 3 മക്കളും മരുമക്കളും ഉണ്ട്. ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ശരി മോനെ. എന്നാ ശരി അമ്മേ. ഏട്ടാ, അമ്മയെ കണ്ട് സംസാരിച്ചായിരുന്നോ? ഞാനിപ്പോ കണ്ടിട്ടാ വരുന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക്സ് എന്തിനാ ഏട്ടാ? താൻ അമ്മയുടെ അടുത്തുണ്ടായിരുന്നെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. അതെന്റെ കടമയാട്ടാ. ഏട്ടന്റെ അമ്മയെന്ന് പറയുമ്പോ എന്റെയും അമ്മയാ. അപ്പൊ പിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റോ? കറക്റ്റ് ടൈമിന് നമ്മളിവിടെ ഇല്ലാതെ പോയി. ഇവിടെ ഉണ്ടായിരുന്ന വസു നിന്റെ അമ്മായിയെ ശുശ്രൂഷിച്ച് നല്ല പേരും വാങ്ങിക്കഴിഞ്ഞു. അതുമാത്രമാണോ? പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസം മുൻപ് 50,000 രൂപ സമ്പാദിച്ച് അവര് വാക്കു പാലിച്ചല്ലോ. അതേടി, നമ്മള് വീണ്ടും തോറ്റുപോയല്ലോ. വീട്ടിനകത്തും പുറത്തും അവള് തന്നെ ജയിച്ചു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആന്റി. അമ്മയ്ക്കുള്ള പൈസ കൊടുത്തായിരുന്നു? കൊടുത്തില്ലായിരുന്നു അച്ഛാ. അതെന്താ കൊടുക്കാത്ത? ഫാഷൻ ഷോയിൽ ജയിച്ചതല്ലേ? അമ്മ ആ കാശ് മുത്തശ്ശിക്ക് മെഡിസിൻസ് മേടിക്കാനായിട്ട് ചെലവാക്കി അച്ഛാ. ഇനിയും നമുക്ക് 50,000 രൂപ സമ്പാദിക്കണ്ട അച്ഛാ. അതെങ്ങനെയാണെന്ന് ആലോചിച്ചോണ്ട് നിൽക്കുക. താനെന്തിനാ വീണ്ടും സമ്പാദിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടിയില്ല ചെലവാക്കിയത്. പക്ഷേ കൊടുത്ത വാക്ക് വെച്ച് നോക്കുമ്പോ പണം അമ്മയുടെ കയ്യിൽ കൊടുക്കേണ്ടതല്ലേ? പന്തയത്തിനായാലും മരുന്നിനായാലും കാശ് ചെലവാക്കിയത് അമ്മയ്ക്ക് വേണ്ടിയല്ലേ? അതെങ്ങനെയാട്ടാ? വാക്ക് കൊടുത്തത് വേറെ, ഇത് വേറെ.
ഒരു മരുമകളുടെ സ്ഥാനത്ത് നിന്ന് അമ്മയെ നോക്കുന്നത് അതെന്റെ കടമയാ. ആ ഒരു ചിന്തയിൽ ആ കാശ് ചെലവാക്കി. ഞാൻ കൊടുത്ത വാക്ക് വേറെയാ. ആ പണം എനിക്ക് ഉറപ്പായിട്ടും കൊടുക്കണം. ഏട്ടത്തിക്ക് എന്താ മെന്റലാണോ ആന്റി? തരാനുള്ള കാശാ ചെലവാക്കിയതെന്നും താൻ ജയിച്ചു എന്നും പറഞ്ഞാ പോരെ? അതേടി, അവള് ശരിക്കും ഭ്രാന്തി തന്നെയാ. കഴിഞ്ഞു പോയൊരു പ്രശ്നത്തെ അവൾ വീണ്ടും തലയിലെടുത്ത് വെച്ചിരിക്കുക. തന്റെ അഭിപ്രായം അതാണെങ്കിൽ ആ പൈസ ഞാൻ കൊടുത്തേക്കാം. ഏട്ടന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്റെ അമ്മയ്ക്ക് ഞാൻ കാശ് ചെലവാക്കിയ അത് ഏട്ടൻ എന്തിനാ തരുന്നേ? അങ്ങനെ അല്ലടോ, ആ പൈസ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ചെലവാക്കിയത്. പന്തയപ്രകാരം താൻ പൈസ സമ്പാദിച്ചല്ലോ, പിന്നെ എന്തിനാ? വീണ്ടും ഏട്ടൻ എന്നോട് തർക്കിക്കാൻ വരരുത്. ഞാൻ സമ്പാദിച്ച പണം അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിച്ചു, അത് വേറെ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് വെച്ചിട്ട് ഞാൻ 50,000 രൂപ കൊടുക്കണം, ഇത് വേറെ. താൻ ആവശ്യമില്ലാതെ വാശി പിടിക്കാൻ. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ബാക്കി തുക താൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന? അതാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ. എനിക്കിപ്പോ മനസ്സിലായി, വസുവിന് ഈ വീട്ടിൽ നിൽക്കാനുള്ള വിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഈ വീട് വിട്ട് പുറത്തു പോകുന്ന കാര്യം കൺഫേം. അതെ ആന്റി, നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല. നമ്മൾ തന്നെയാ ജയിക്കാൻ പോകുന്നേ. വസു, ഇന്ന് 11 മണിക്ക് അമ്മ നിനക്ക് തന്ന സമയം തീരുകയാണ്. അതിനുള്ളിൽ നീ 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ അമ്മ തരുന്ന ശിക്ഷ എന്തായാലും അത് അനുഭവിക്കാൻ തയ്യാറാകണം. അതെ മോളെ വസു, മെഡിസിനും ചിലവൊക്കെ പോയിട്ട് നിന്റെ കയ്യിൽ 35,000 രൂപയുണ്ട്. ബാക്കി 15,000 രൂപ ഞാൻ തരാം. നീ പോയി അമ്മേരെ കൊടുക്ക. ഇല്ല ഭാസ്കരേട്ടാ, ഞാൻ അങ്ങനെ വാങ്ങുന്നവളായിരുന്നെങ്കിൽ ഏട്ടൻ തന്നെ എനിക്ക് തരുമായിരുന്നു. എന്റെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ചത് തന്നെ എനിക്ക് കൊടുക്കണം. കടമായിട്ട് വാങ്ങിച്ചോളൂ എടുത്തി, അതിലെന്താ തെറ്റ്? വേണ്ട അഖിൽ, വസുവിന്റെ കയ്യിൽ 35,000 രൂപ മാത്രമേ ഉള്ളൂ. 11 മണിക്കുള്ളിൽ 15,000 കൂടി ഉണ്ടാക്കണം. ഇംപോസിബിൾ ആന്റി, വസു ഏട്ടത്തി തോൽക്കുന്നത് കൺഫേം. അമ്മ ഏട്ടത്തിക്ക് എന്ത് പനിഷ്മെന്റ് കൊടുക്കുമെന്ന് ഓർത്ത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. വേറെ ഒരു പണിഷ്മെന്റും വേണ്ട, അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറയാം. ആ, ഇപ്പൊ തന്നെ നമുക്ക് പോയി അമ്മയോട് കാര്യങ്ങൾ പറയാം. വാ. ജയന്തി, കാട്ടിൽ വെച്ച് നിനക്ക് ദേവീകോപം ഉണ്ടായപ്പോ നിനക്ക് വേണ്ടി വസു എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? 2 ദിവസം മുഴുവൻ വ്രതമെടുത്ത് തീപ്പന്തം പിടിച്ച് ഒരേ നിൽപ്പായിരുന്നു. എന്തിനാ അവൾക്ക് വേണ്ടിയല്ലാതെ അവൾ കഷ്ടപ്പെട്ടത്? ഇന്നലെ നീ BP ലോയായി താഴെ വീണപ്പോ അവൾ തന്നെ ഡോക്ടറെ വിളിച്ച് നിനക്ക് ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ തന്ന് രക്ഷപ്പെടുത്തി. അതിനുവേണ്ടി അവള് സമ്പാദിച്ച പൈസയിൽ നിന്നും കുറച്ച് ചെലവാക്കി. സത്യം പറഞ്ഞാൽ വസു പന്തയത്തിൽ നേരത്തെ ജയിച്ചു. ഇനിയിപ്പോ വസു മുഴുവൻ പൈസയും തന്നില്ലെങ്കിലും അവള് തോറ്റുപോയെന്ന് പറഞ്ഞ് നീ അവളെ ശിക്ഷിക്കരുത്. അതെങ്ങനെ ശരിയാവും ഏട്ടാ? പന്തയം തന്നെയല്ലേ? പറഞ്ഞ സമയത്തിനുള്ളിൽ അവൾ തരാന്ന് പറഞ്ഞ 50,000 തന്നിരിക്കണം, അല്ലെങ്കിൽ അവൾ ശിക്ഷ അനുഭവിക്കണം. വസു 50,000 രൂപ സമ്പാദിച്ചു കഴിഞ്ഞു സുമകലി.
പിന്നെന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് കാശ് നിന്റെ ജ്യേഷ്ഠത്തേക്ക് കൊണ്ട് ചെലവാക്കി. മരുമകളെന്ന് പറയുമ്പോ അത്രയെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ അച്ഛാ? വസുവേട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതിലും കൂടുതൽ ചെലവാക്കുമായിരുന്നു. അമ്മായിക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസയുടെ കണക്ക് പറയുന്നവൾ ഒരു മരുമകളാണോ? സ്വന്തം കാര്യം നോക്കുന്നവളാണെങ്കിൽ ഈ കുടുംബത്തിലെ ഒരു അംഗമായി അവക്ക് എങ്ങനെ കഴിയാനാകും? വസു സ്വന്തം കാര്യമല്ല നോക്കുന്നത്. അമ്മയുടെ അസുഖത്തിന് വേണ്ടി പണം ചെലവഴിച്ചിട്ട് അത്രയും തുക കഴിച്ച് ബാക്കി പൈസ തരാമെന്ന് പോലും അവള് പറഞ്ഞില്ല. ഇപ്പോഴും അവള് മുഴുവൻ പൈസയും കൊടുക്കണമെന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ചിരിക്കുക. അങ്ങനെ ഒരു വലിയ മനസ്സ് വസുവിനുണ്ട്. ഈശ്വര, എന്റെ എല്ലാ ഭാരവും അങ്ങയെ ഏൽപ്പിക്കുക. എന്ത് കഷ്ടതകൾ വന്നാലും അനുഭവിച്ചോളാം. സമയം കഴിയുന്നതിന് മുൻപ് ബാക്കിയുള്ള കാശും സമ്പാദിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. എന്നെ വിജയത്തിലെത്തിക്കണം. എക്സ്ക്യൂസ് മീ, നിങ്ങളാരാ? സർ, ജയന്തി മാഡം ഇവിടെ ഉണ്ടോ? എന്റെ അമ്മ എന്നെ എന്താ കാര്യം? മാഡം ഡിസൈൻ ചെയ്യാനായിട്ടൊരു സാരി ഏൽപ്പിച്ചിരുന്നു. ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാഡത്തെ ഒന്ന് വിളിക്കാമോ? ഒരു മിനിറ്റ്. അമ്മേ, ആരോ വന്നിരിക്കുന്നു. നമസ്കാരം മാഡം. മാഡത്തിന്റെ സാരി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. താങ്ക് യു വെരി മച്ച്. ഡാമേജ് ആയതാണെന്ന് ഇത് കണ്ടാ പറയില്ല. വളരെ നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാഡം. ഏട്ടാ, ഇദ്ദേഹത്തിന് 30,000 കൊടുക്ക്. താങ്ക് യു സർ. വസുന്ധര മാഡം, നിങ്ങൾ? ഞാൻ തന്നെയാ മാഡം. അന്ന് ഓൺലൈനിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ട് സാരി ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് കോൾ ചെയ്തിരുന്നില്ലേ? 5,000 അഡ്വാൻസ് ഞാൻ തന്നിരുന്നു. ആ, അതെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ സാരി ഇന്നലെ തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് അയച്ചിരുന്നതാണല്ലോ. ആ സാരി ഈ മാഡത്തിൻ്റെതാണ് മാഡം. നിങ്ങൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തു. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ 20,000-ൽ 5,000 അഡ്വാൻസ് തന്നിട്ടുണ്ട്. ബാക്കി 15,000 ഇപ്പൊ വാങ്ങിക്കോളൂ. വളരെ നന്ദിയുണ്ട് മാഡം. ഇനി മുതൽ ഞങ്ങൾക്ക് വരുന്ന എല്ലാ ഡിസൈനിങ് ഓർഡറും നിങ്ങൾക്ക് തന്നെ തരാം. ഞാൻ ഇറങ്ങട്ടെ മാഡം. അമ്മേ, സമയായിക്കൊണ്ടിരിക്ക. മുത്തശ്ശിക്ക് പെട്ടെന്ന് പൈസ കൊടുക്ക്. രൂപ. അമ്മയ്ക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്ന 50,000 രൂപ ഇതാ. വാങ്ങിക്കമ്മേ.
ഞാനാ ജയിച്ചതെന്ന് ഒരിക്കലും പറയില്ല. അമ്മ കാരണമാണ് ഞാനിപ്പോ ജയിച്ചത്. എന്റെ കയ്യിൽ 35,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 15,000 രൂപ അമ്മ കാരണം എനിക്ക് കിട്ടിയതാ. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത ഡിസൈനിന് സമ്മാനമായി 15,000 അധികം തന്ന് എന്നെ ഈ പന്തയത്തിൽ അമ്മ ജയിപ്പിച്ചിരിക്കുക. ഈ സഹായം എന്റെ ഈ ജന്മത്തിൽ ഞാൻ മറക്കില്ല. നിന്നെ കാണുമ്പോ എനിക്ക് വളരെ അഭിമാനമുണ്ട് മോളെ. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തും സാധിക്കാനാവുമെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ചില വീട്ടമ്മമാർക്ക്, കുടുംബിനികൾക്ക് നീ ഒരു മാതൃകയായിരിക്കും. നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ദൈവം കൂടെയുണ്ട് വസു. നീ അനുഭവിച്ച കഷ്ടങ്ങൾ നിന്റെ പ്രാർത്ഥനകൾക്കും ഫലം കിട്ടി. കൺഗ്രാറ്റ്സ് വസു. നിന്റെ അധ്വാനവും പരിശ്രമവും തന്നെയാ നിന്നെ വിജയിപ്പിച്ചത്. സത്യത്തിൽ നീ നിന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഏടത്തി. വെരി പ്രൗഡ് ഓഫ് യു. കൺഗ്രാറ്റ്സ് ഏട്ടത്തി. എന്റെ എഴുത്തുകാരനാ നീ ഇന്ന് ജയിച്ചത്, അത് ഓർമ്മ വേണം. ജയിച്ചു എന്ന് കരുതി കൂടുതൽ അഹങ്കാരം കാണിക്കണ്ട. കൺഗ്രാറ്റുലേഷൻസ് വസുന്ധര. താൻ വിജയിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തനിക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ള ഭയവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ തന്നെ സഹായിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ താനിത് സ്വീകരിച്ചില്ല. അതിന് നമ്മൾ തമ്മിൽ വഴക്കമുണ്ടായി. തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള വാശിയായിരുന്നു. തൻ്റെ കഷ്ടപ്പാട്, തൻ്റെ ശ്രമങ്ങൾ, തൻ്റെ പിടിവാശി, തൻ്റെ ഹോണസ്റ്റി, തൻ്റെ സിൻസിയാരിറ്റി, ഇതെല്ലാമാണ് തന്നെ ജയിക്കാൻ സഹായിച്ചത്. ഹാറ്റ്സ് ഓഫ് ടു യു. ഇല്ല ഏട്ടാ, എല്ലാവരുടെയും സഹായം ഉള്ളതുകൊണ്ടാ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഏതൊരു മനുഷ്യനും തന്റെ കുടുംബമാണ് ഏറ്റവും വലിയ ആത്മബലം. ആ കുടുംബത്തിന്റെ സഹായവും തുണയും കൂടെയുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും തെളിയിച്ചിരിക്കുക. നിങ്ങൾ എല്ലാവരോടും ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നന്ദി പറയാം. വസു എടുത്തിട്ട പരാജയം ഞാൻ സ്വപ്നം കണ്ടു. ആ വസുവിനെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ പ്ലാനുകൾ ഉണ്ടാക്കി. നമ്മുടെ ഓരോ പ്ലാനും വസു എടുത്തേക്ക് പ്ലസ് പോയിന്റാ. ഒടുവിൽ അവള് തന്നെ ജയിച്ചു. ഇപ്പൊ എല്ലാവരും അവളെ അനുമോദിക്കുക. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, നടക്കുന്നത് വേറൊന്ന്. ദൈവം എന്ന് പറഞ്ഞൊരാളില്ല. ഇല്ല. ഉണ്ടെങ്കിലും നമ്മുടെ കൂടെയല്ല. ആ വസുവിന് സമ്മാനവും നമുക്ക് അപമാനവും. നിങ്ങൾ രണ്ടുപേർക്കും ഒരു സമ്മാനമുണ്ട്. സമ്മാനമോ? യു മീൻ ഗിഫ്റ്റ്? യെസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനിന്നൊരു ഗിഫ്റ്റ് തരാൻ പോവാ. ഞങ്ങള് എന്ത് ചെയ്തിട്ടാ നീ ഇപ്പോ ഗിഫ്റ്റ് തരുന്നത്? അഖില നമുക്ക് ഗിഫ്റ്റ് തരാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ ആന്റി? അഖിലിന് നമ്മളോടുള്ള സ്നേഹം മാത്രം പോരെ? കറക്റ്റായിട്ട് പറഞ്ഞല്ലോ തങ്കം. നിന്നോട് എനിക്ക് മുടിഞ്ഞ സ്നേഹമാടി.
ഞങ്ങളോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പൈസക്ക് പകരം നീ എന്തിനാണ് എന്റെ റിങ് വാങ്ങിയത്? അയ്യോ ആന്റി, അഖിൽ അത് തമാശക്ക് ചെയ്തതായിരിക്കും. ആ ചെറിയ റിങ്ങിന് പകരം വലിയ റിങ് കൊണ്ടുവന്ന് കാണും, അല്ലേ അഖിൽ? അതെ അതെ, വലിയ ഗിഫ്റ്റാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ആന്റി, അഖിലിന് നമ്മളോട് ലവ് ആണ്. അഖിൽ, എനിക്കെന്താ കൊണ്ടുവന്നേ? നിനക്ക് സൂപ്പർ ഗിഫ്റ്റാ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പ സാധനമൊന്നും അല്ല, ഏകദേശം 250 ഗ്രാം വെയിറ്റ് വരും ഈ സമ്മാനം. 1/4 കിലോയോ? എനിക്ക് എത്രയും പെട്ടെന്ന് ആ സമ്മാനം കാണാൻ തിടുക്കായടാ കൊച്ചുമോനെ. ഓക്കേ, രണ്ടുപേരും കണ്ണടച്ചിട്ട് ആദ്യം കൈ നീട്ടണം.